യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തുകയില്ലെന്ന ഇറാൻ്റെ നിലപാട് അവർ ആവർത്തിച്ചു. യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഏത് തരത്തിലുള്ള സമ്മർദ്ദത്തിലും ഭീഷണിയിലും ഇറാനെ പെടുത്താൻ നോക്കിയാണെങ്കിലും തങ്ങളുടെ രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ഒരു രാജ്യത്തെയും അടുപ്പിക്കില്ലെന്നും അവരുമായി യുദ്ധപ്രഖ്യാപനം ഉണ്ടായാൽ പോലും തങ്ങളതിനെ നേരിടാൻ മാത്രം കെൽപ്പും കരുത്തുമുള്ള രാജ്യമാണ് ഇറാൻ എന്ന് കഴിഞ്ഞ മാസം തെളിയിച്ചതാണ് എന്ന തരത്തിലുള്ള ഒരു ഭീഷണി സ്വരം കൂടിയാണ് അമേരിക്കക്കെതിരെ ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത്. ഇറാൻ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട സ്ഥിതികൾ ആവർത്തിക്കുകയാണെങ്കിൽ സാമ്പത്തിക ഉപരോധം കൊണ്ടുവരുന്നത് അടക്കമുള്ള കാര്യത്തെക്കുറിച്ച് ഗൗരവപരമായി ആലോചിക്കുന്നു എന്നുള്ള യൂറോപ്യൻ യൂണിയൻ പ്രസ്താവനയോട് പ്രതികരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ ആത്മീയ നേതാവായിരുന്ന ആയത്തുള്ള അലി ഖംനായി. തങ്ങളുടെ രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തീരുമാനിക്കേണ്ടതും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം പറയേണ്ടതും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അല്ല. അവർക്കൊക്കെ ഇത്തരം പ്രവൃത്തികളാവാമെങ്കിൽ തങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്നൊരു ചോദ്യവും പ്രസക്തമായ രീതിയിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇറാൻ്റെ പ്രഹരശേഷി അതിശക്തമുള്ളതും ഭയാനകരമാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് പ്രവർത്തനം നിയന്ത്രിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യണം എന്ന് പലതരത്തിലും ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആണവ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള 5 പ്രാവശ്യം നടത്തിയിരിക്കുന്ന സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് അതിനിടയിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് അവരുടെ കൈവശത്തിൽ നിന്ന് സമ്പൂർണ്ണമായ രീതിയിൽ അത് ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ആദ്യത്തെ ആക്രമണം തന്നെ ആണവ വികിരണ മേഖല കേന്ദ്രീകരിച്ചാണ് തങ്ങൾ നടത്തിയത് എന്ന് ഇസ്രായേൽ അന്ന് അവകാശപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ മേഖല തകർക്കാൻ സാധിക്കാതെ വന്ന സമയത്താണ് അമേരിക്കയുടെ സഹായം തേടുകയും അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബ് പ്രയോഗിച്ചുകൊണ്ട് തകർക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അതും പരാജയമായിരുന്നു. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: തങ്ങളുടെ ശത്രു രാജ്യങ്ങളുടെ കൈവശത്തിൽ എത്രത്തോളം പ്രയരശേഷിയുള്ള ആയുധങ്ങളും ശക്തിയും ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ അവരുടെ പ്രയരശേഷിയിൽ കുടുങ്ങാത്ത വിധം തങ്ങളുടെ സംരക്ഷിതമായിരിക്കുന്ന വസ്തുക്കളെ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ആദ്യം തങ്ങൾ ശ്രദ്ധിക്കുകയും അതിനനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നടത്തുകയും ചെയ്തത്. അതുകൊണ്ടാണ് നെതൻസ് പോലെയുള്ള ആണവ റിയാക്ടർ പബ്ലിക്കായി ഒരു ഏരിയകൾ പോലും കൃത്യമായ രീതിയിൽ തങ്ങൾ പുറത്തു വിട്ടിട്ട് പോലും അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും നടത്തിയിരിക്കുന്ന ആക്രമണം പൂർണ്ണമായിട്ട് പരാജയപ്പെടാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം ഇതാണ്. അതുകൊണ്ട് തങ്ങൾക്ക് നേരെയുള്ള ഭീഷണി സ്വരങ്ങളൊന്നും വിലപ്പോവില്ലെന്നും തങ്ങളത് ആവർത്തിക്കും എന്നുള്ള ഒരു നിലപാട് തന്നെ ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. 981 അത് ഒപ്പേര എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ ഒപ്പേര എന്ന് പറഞ്ഞിട്ട് ഇറാഖിൻ്റെ ആണവ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നു. അത് ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധമുണ്ടായതോടനുബന്ധിച്ചാണ് ആ സംഗതികൾ നടന്നത്. 981 ജൂൺ മാസം 7-ാം തീയതി ഓപ്പറേഷൻ ഒപ്പേര എന്ന തരത്തിൽ ആണവ റിയാക്ടർ തകർക്കാൻ വേണ്ടി ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ പറന്നെത്തുകയും ജോർദാനും സൗദി അറേബ്യയും കടന്നുകൊണ്ട് അവർ പോലും അറിയാത്ത രീതിയിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയും അവരുടെ ആണവ റിയാക്ടർ പൂർണ്ണമായിട്ട് തകർക്കുകയും ചെയ്തു. ഇതിനെ പിന്തുടർന്നുകൊണ്ട് ഇറാനെ തകർക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷേ ആ രണ്ടും 2 രീതിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാഖ് എന്ന് പറയുന്ന രാജ്യം കൃത്യമായ രീതിയിൽ ശത്രുവിൻ്റെ ശക്തിയെ കൃത്യമായി മനസ്സിലാക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ പ്രതലത്തിൽ നിന്ന് കെട്ടി ഉയർത്തിയതായിരുന്നു ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ട യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ കാര്യങ്ങളെല്ലാം. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ പ്രതലത്തിലല്ല, ഭൂപ്രദേശത്തിൻ്റെ ഏറ്റവും താഴ്വാരത്തിലാണ് ഉള്ളത്. അവിടെയാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രയരശേഷിക്കും തങ്ങളെ തകർക്കാനോ നശിപ്പിക്കാനോ സാധിക്കുകയില്ല എന്നുള്ളത് അമേരിക്ക മനസ്സിലാക്കുന്നത് നന്ന് എന്ന തരത്തിലാണ് ഇതിന് മറുപടി നൽകിയിരിക്കുന്നത്. ബങ്കർ ബസ്റ്റർ ബോംബ് എന്ന് പറയുന്ന സമയത്ത് ഭൂമി തുരന്നുകൊണ്ട് 5 കിലോമീറ്റർ താഴ്ചയിൽ പോലും പോകാൻ മാത്രം പാകത്തിലുള്ളതാണ് എന്ന് പറയുന്നു. അപ്പോൾ അത്രയും ദൂരത്ത് എത്തിയിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് അവിടെയുള്ള എല്ലാ സർവ്വ മേഖലയും തകർക്കാൻ വേണ്ടി പാകത്തിലുള്ള നിർമ്മിതികളാണ് ബങ്കർ ബസ്റ്റർ കൊണ്ട് ഉപയോഗിച്ചത്. ചില റിപ്പോർട്ടിൻ്റെ അകത്ത് കാണുന്നു 5 കിലോമീറ്റർ ഇല്ല, ഏകദേശം ഈ 500 മീറ്റർ അല്ലെങ്കിൽ 500 മുതൽ 1000 മീറ്റർ അങ്ങനെ കാണുന്നുണ്ട്. ഏതായിരുന്നാലും ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായിരിക്കുന്ന പ്രഹരശേഷിയുള്ള ഭൂമി തുരന്ന് താഴ്വാരത്തേക്ക് എത്താൻ മാത്രം ശക്തിയുള്ളതാണ് ബങ്കർ ബസ്റ്റർ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് ഉപയോഗിച്ചാണ് ലെബനാനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ
ഇസ്രായേൽ അമർച്ച ചെയ്തത്. അപ്പോൾ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ കാര്യത്തെക്കുറിച്ച് പരാമർശം അതിൽ പറയുന്നുണ്ട്. വളരെ എളുപ്പത്തിലും ഈ ശത്രുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ സാമ്പത്തിക നഷ്ടമില്ലാത്ത രീതിയിൽ ഒതുക്കാനും ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ലബനാനിലെ അത്തരം ഗ്രൂപ്പുകളെയും വിഭാഗത്തെയും അതിന് സാമ്യമായ രീതിയിൽ ഇറാനെയും കാണുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. കാര്യം ഇറാനിൽ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളും യുക്തിപരമായിരിക്കുന്ന നീക്കുപോക്കുകളുമാണ് അതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റാണ് യഥാർത്ഥത്തിൽ യമൻ ഉപയോഗിക്കുന്നത്. യമൻ്റെ അതിൻ്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഗസയിലുള്ള ഹമാസ് ഉപയോഗിക്കുന്നത്. ഇവരൊക്കെ ലിങ്ക് ചേർന്നുകൊണ്ടാണ്, അതായത് ഭൂമിയുടെ പ്രതലത്തിൽ ഒരു പ്രവൃത്തിയും നടത്താതെ ഭൂമിയുടെ ആന്തരികപരമായിരിക്കുന്ന താഴ്ചയിൽ വെച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്ന രീതിയാണ് ഇറാൻ സാധാരണഗതിയിൽ പ്രയോഗിക്കാറുള്ളത്. ഇപ്പോൾ അതിൻ്റെ മറ്റൊരു വശ രീതികൾ പറയുന്നത് സമ്പൂർണ്ണമായിരിക്കുന്ന യുറേനിയം മാത്രമല്ല, യഥാർത്ഥത്തിൽ ആണവായുധം തന്നെ ഇറാൻ ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതും അത് ഭൂമിയുടെ അതിർത്തിയുമായിട്ട് രാജ്യാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്തിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇതിനിടെ തന്നെ പുറത്തു വന്നിരുന്നു. IAEAയുടെ റിപ്പോർട്ട് പ്രകാരം വളരെ ശ്രദ്ധാപൂർവം നോക്കുകയാണെങ്കിൽ 10 മുതൽ 25 വരെ ആണവായുധം ഉണ്ടാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇറാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നാണ് അവർ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇസ്രായേലിൻ്റെ ആക്രമണത്തോടനുബന്ധിച്ച് പറയുന്ന മറ്റൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏറെക്കുറെ ഇതിൽ അവർ പൂർത്തീകരിച്ചിരിക്കുന്ന ആണവായുധമുണ്ടെന്നും അത് റഷ്യയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന തരത്തിലുമാണ്. അത്യാവശ്യം ഉപയോഗിക്കാൻ കിട്ടുന്ന പാകത്തിലും മറ്റു ലോകരാജ്യങ്ങൾ IAEA പോലെയുള്ള ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്ന സമയത്ത് കാണാത്ത രീതിയിലുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ട് സുരക്ഷിത മേഖലയിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതെല്ലാം ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം അവരുടെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നതും അവർ ഭയപ്പെടുന്നതും ഇറാന് മാത്രമാണ്. കൃത്യമായ രീതിയിൽ മറ്റ് ലോക രാജ്യങ്ങളുടെ നിലപാടുകളെയും അഭിപ്രായം അംഗീകരിക്കുകയോ മാനിക്കുകയോ ചെയ്യാത്ത വിധം ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി എല്ലാ സമയത്തും ധൈര്യം കാണിക്കുന്ന രാജ്യം ഇറാനാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇറാനുമായിട്ടാണ്, അല്ലെങ്കിൽ ഇറാൻ്റെ പ്രോക്സി വിഭാഗവുമായിട്ടാണ് ഇപ്പോഴും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫലസ്തീനിലാണെങ്കിലും യമനിലാണെങ്കിലും ലെബനാനിലാണെങ്കിലും സിറിയയിലാണെങ്കിലും ഒക്കെ അതിൻ്റെ പിന്നാമ്പുറം ഷിയ വിഭാഗത്തിൽപ്പെട്ട മിലീഷ്യ വിഭാഗം അതിനെ നിയന്ത്രിക്കുന്ന ഇറാൻ്റെ തലച്ചോറോടനുബന്ധിച്ചുള്ള ഒരു യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പ്രതിരോധിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് എന്ന് പല ഘട്ടങ്ങളിലും ഇറാൻ തന്നെ അമേരിക്കയോട് അഭിപ്രായപ്പെട്ടതാണ്. നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധമാണ് ഇറാൻ്റെ ഇടപെടൽ എന്നുള്ളത്. എന്നാൽ അത് ഒറ്റയ്ക്ക് ഒരേ സമയത്തെല്ലാം ഒതുക്കാവുന്ന രീതിയിലാണ് കഴിഞ്ഞ മാസം ആക്രമണം നടത്തുന്ന അപ്രതീക്ഷിതമായിരിക്കുന്ന ഇറാൻ്റെ ആക്രമണത്തിൽ ആദ്യം ഇറാനും ലോകം നടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും തിരിച്ചടിക്ക് മുമ്പിൽ ഇസ്രായേൽ കൂപ്പുകുത്തുകയും പരാജയപ്പെടുകയും ചെയ്തു. അതിൻ്റെ നാശനഷ്ടത്തിൻ്റെ വിവരങ്ങളൊന്നും ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേൽ പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നിലവിലിപ്പോൾ ആണവായുധമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ പരിശോധന നടത്തണമെന്നും നിയന്ത്രണം വേണമെന്നുള്ള അമേരിക്കയുടെ നയനിലപാടിനെ ധിക്കരിച്ചുകൊണ്ട് ഇറാൻ പ്രസ്താവന ഇറക്കിയതോടുകൂടി ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിൽ പുതിയ ഒരു സംഘർഷാവസ്ഥ ഉടലെടുക്കാൻ സാധ്യത ഉണ്ട് എന്ന് വിലയിരുത്തുന്നു. അതോടൊപ്പം അഫ്ഗാനിസ്ഥാനിലെ എയർപോർട്ട് പിടിച്ചെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർ നൽകിയിരിക്കുന്ന മറുപടിയും ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് കീഴടങ്ങാൻ പറ്റാത്ത വിധം കൃത്യതയോടുകൂടി തങ്ങളുടെ രാജ്യസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇറാൻ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നതിനെ പ്രതിരോധിക്കാൻ പറ്റാത്ത വിധം യഥാർത്ഥത്തിൽ അമേരിക്ക വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയനിന് പുറമെയായി ഒമാൻ രാജ്യത്തെയും മധ്യസ്ഥതാക്കിയിട്ട് വീണ്ടും ആണവായുധ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇറാനെ നിർബന്ധിക്കണമെന്നും ഇറാന് താല്പര്യമുണ്ടാകുന്ന രീതിയിലുള്ള ഇളവുകൾ നൽകാൻ തയ്യാറാണ് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നത്. പക്ഷേ ഇതൊന്നും നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ഇതൊന്നും അംഗീകരിച്ചിട്ടൊന്നുമില്ല. തങ്ങൾ മറ്റുള്ള രാജ്യത്തെ പോലെ തന്നെ സ്വന്തം റിപ്പബ്ലിക്കാണെന്നും ചില തീരുമാന കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് എടുക്കാൻ വേണ്ടി തങ്ങൾക്ക് അവകാശവും അധികാരവും ഭരണഘടനയിൽ ഉണ്ട് എന്നുള്ളതും അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരു രാജ്യത്തെ അനുവദിക്കില്ല എന്നുള്ള തങ്ങളുടെ എല്ലാ കാലത്തെയും നയങ്ങളും നിലപാടും ഇപ്പോഴും അത് നിലനിൽക്കുന്നു. അതിൽ നിന്ന് മാറ്റം വരുത്താൻ വേണ്ടി തങ്ങൾ തയ്യാറല്ല എന്നുള്ളതിൻ്റെ ആവർത്തനം അത് ആയത്തുള്ള അലി ഖുമേനി മുതൽ ഇപ്പോൾ 2025 ഭരണം നടത്തുന്ന ആയത്തുള്ള അലി ഖംനായി വരെ ഒരേ റൂട്ടിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത്.
അമേരിക്ക കൃത്യമായ രീതിയിൽ അമേരിക്കയും ഇസ്രായേൽ തങ്ങളുടെ ശത്രു രാജ്യമാണ്, അവരെ നേരിടുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്, അത് രാജ്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള പ്രവൃത്തി തന്നെയാണ് ഇറാനിൽ എല്ലാ കാലത്തും ഉണ്ടായത്. അതിൻ്റെ ആവർത്തനം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഏതായിരുന്നാലും ഇറാൻ്റെ ഈ മറുപടിക്ക് മുൻപിൽ പകച്ചിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും. ഇത്തരം ഒരു വളരെ കൃത്യതയോടുകൂടി ഭയപ്പാടില്ലാത്തൊരു മറുപടി ഒരിക്കലും അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ചുരുക്കം.